ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അന്നേരം നമ്മൾ വീഡിയോയിൽ ഡേ മൈ ലൈഫാണ് എപ്പോഴും കാണിക്കാറുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഡേ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. വേറെ വീഡിയോ ഒന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടുവിശേഷങ്ങൾ മാത്രമാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. അന്നേരം ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അന്നേരം നമുക്ക് കുറേ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നിപ്പം വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് മഴയൊന്നുമില്ല, കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അന്നേരം മഴയുള്ള സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. ഈ മഴ വരുന്ന സമയത്ത് നമ്മുടെ തോട്ടിലൂടെ കുറേ പോളകൾ ഇങ്ങനെ ഒഴുകി വരും കേട്ടോ. അന്നേരം അവിടെ പോള തള്ളി കൊടുക്കുന്നതാണ്, വള്ളത്തിൽ നിന്ന് ആൾക്കാരെല്ലാം കൂടെ വള്ളത്തിൽ നിന്ന് തള്ളി വിടുന്നതാണ് കാണുന്നത് കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ അടയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞെടുത്താണ്, പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു അട ഉണ്ടാക്കാമെന്ന്. അന്നേരം ഇന്നലെ ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് ഇലയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ്. അന്നേരം ഇന്നലെ തന്നെ ഞാൻ അടത്തി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കൂഴിച്ചക്കയായിരുന്നു കേട്ടോ. പക്ഷേ കറണ്ടില്ലായിരുന്നു, വെള്ളം വീണിട്ട് ആ ചക്കയെല്ലാം ഇങ്ങനെ കുഴഞ്ഞിരുന്നു. അത് പിന്നെ എടുത്തില്ല കേട്ടോ. വയറ്റിലൊന്നും പിടിച്ചില്ല, എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാനിന്ന് അടയാണ് ഉണ്ടാക്കുന്നത്. അന്നേരം അടയ്ക്കായിട്ട് നമ്മൾ ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് മൈദയും കൂടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ട് നമ്മുടെ വാഴയിലയിലേക്ക് പരത്തി തേങ്ങായും ജീരകം ഏലക്ക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ശർക്കരയുണ്ടയുമായിട്ട് അതിനകത്തേക്ക് വെച്ച് ആവി പുഴുങ്ങുന്ന അട. ഈ മഴ സമയത്ത് അടയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അന്നേരം ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. ആ മഴ ദിവസമാണ് നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കുന്നത്. ചൂടോടെ അടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ പുറത്തെ ജോലിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല മഴ സമയത്ത്. അതുകൊണ്ട് ഞാനിന്ന് പുറത്തെ ജോലിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഈ അടുക്കളയ്ക്കകത്തുള്ള ജോലികൾ മാത്രമാണ് കാണിക്കുന്നത്. അന്നേരം കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് പുറത്തെ തുണി നനയും മിറ്റം തൂപ്പും ഒക്കെ കാണാൻ വേണ്ടി. അന്നേരം ഈ മഴക്കാലം വരുമ്പോഴത്തേനും നമുക്കതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മഴ തോരുമ്പോഴത്തേനും എപ്പോഴേലും ഒക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, പുറത്തെ ജോലി ചെയ്യുന്നത്. അന്നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കണ്ട, നമ്മുടെ നല്ല സൂപ്പർ അടയാണ്. ആ അടയ്ക്കകത്തുനിന്ന് ആ ശർക്കര കൊണ്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൂസിന് കൊടുക്കാൻ വേണ്ടി എടുക്കുവാണ്. ചെറുതായിട്ട് മഴയൊക്കെ തോർന്ന സമയത്ത് കുറച്ച് തുണിയൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് ഒലച്ചിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം അച്ചാറിട്ട മാങ്ങയില്ലായിരുന്നോ, അതിൻ്റെ ബാക്കി കുറേ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ഞാനന്നേരം പെട്ടെന്ന് വന്ന് അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ്. ഇപ്പോൾ അച്ചാറിടുന്നില്ല, വൈകുന്നേരം അച്ചാറിടുന്നുള്ളൂ കേട്ടോ. അന്നേരം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ അച്ചാറിട്ട് കണ്ടപ്പം ഞാൻ മുളക് പൊടി കുറച്ചാണോ ഇടുന്നെന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ ഈ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ അച്ചാർ നമ്മൾ അച്ചാർ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഇന്നത്തെ അച്ചാറിൽ നമ്മൾ മുളക് പൊടി ഇട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പം പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്, തോരും, പിന്നെയും മഴ തുടങ്ങും. അപ്പം നല്ല മഴയാണ് കേട്ടോ. രാവിലെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മഴ പെയ്തപ്പം കപ്പ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നേരം മീനും കിട്ടിയിട്ടുണ്ട്. മീൻകറിയും വെച്ച് കപ്പയെ പുഴുങ്ങിയത് മതിയെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചോറ് അതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കപ്പ പുഴുങ്ങാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. അന്നേരം മീൻകറി വെക്കുന്നതും മീൻ വെട്ടുന്നതും ഒന്നും ഞാൻ കാണിക്കുന്നില്ല. കാരണം മഴയായതുകൊണ്ട് ഒരു വിധത്തിലാണ് പുറത്തിരുന്ന് മീൻ വെട്ടിയെടുത്തിരിക്കുന്നത്. അന്നേരം നമ്മൾ ഈ കപ്പ നമ്മുടെ അടുത്ത ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. നല്ല കപ്പയാണ് കേട്ടോ. അല്ല, ഈ പുട്ട് പോലെ വേകുന്ന കപ്പയെന്നൊക്കെ പറയത്തില്ലേ,
അത്തരം കപ്പയാണ്. അതൊക്കെ ഞാൻ വന്ന് നിന്ന് പൊളിച്ച് ചെറുതായിട്ട് ഞുറുക്കിയല്ല വെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അപ്പൂസ് കൂട്ടം വന്നിട്ടുണ്ട് അടുക്കളയിലോട്ട്. എൻ്റെ കയ്യിൽ നിന്ന് പിച്ചാത്തി മേടിച്ചുകൊണ്ട് പോവാണ്. എന്തോ പുറത്ത് വെട്ടാനാന്നും പറഞ്ഞാണ് കേട്ടോ. അന്നേരം ഞാൻ ഇങ്ങോട്ട് താന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ മീൻകറി കപ്പയൊക്കെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മഴ സമയത്തൊക്കെ നമുക്ക് കപ്പ, മീൻകറി, മുളക് ചമ്മന്തി ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇതൊക്കെ കഴിക്കാനാണ് മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടമില്ലേ എന്ന് പറഞ്ഞ പോലെ എനിക്കും അത് തന്നെയാണ് കേട്ടോ. അന്നേരം നമ്മുടെ കപ്പയൊക്കെ ഉച്ചയ്ക്ക് പുഴുങ്ങിയെടുത്ത് മീൻകറിയൊക്കെ വെച്ച് നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ചോറൊന്നും മഴ സമയത്ത് ചോറിനെക്കാട്ടി നല്ല കപ്പയൊക്കെ അല്ലേ. അന്നേരം ഇപ്പം വെള്ളം കയറുന്നതുകൊണ്ട് കപ്പയൊക്കെ ഇവിടെ ഇട്ടവരെല്ലാം ഇങ്ങനെ പൊക്കുന്നുണ്ട്. അന്നേരം നമ്മൾ അവിടെ നിന്നാണ് ഈ കപ്പയൊക്കെ വാങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ പുഴുങ്ങിയതൊക്കെ ഊട്ടപാത്രത്തിലോട്ട് ഇട്ടു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അന്നേരം ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം നമ്മുടെ ആ മാങ്ങ അച്ചാർ ഇടുന്നുണ്ട്. അന്നേരം കഴിഞ്ഞ ദിവസം മാങ്ങ അച്ചാർ ഇട്ടത് എല്ലാവരും കണ്ടതാണ്. അന്നേരം കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് മാങ്ങ അച്ചാർ ഇടുന്ന കാണുക കേട്ടോ. അന്നേരം ഇന്നലത്തെ മാങ്ങ അച്ചാറിനകത്ത് നമ്മൾ കടുക് പൊടിച്ചതൊക്കെ ചേർത്തിട്ടുണ്ട്, അച്ചാർ പൊടിയൊക്കെയാണ് ഇട്ടത്. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള മാങ്ങാച്ചാറാണ് ഇടുന്നത് കേട്ടോ. അന്നേരം ഈ മാങ്ങാച്ചാർ ഞാനെടുത്തങ്ങ് മാറ്റി വെക്കും. നമുക്ക് ആ വലിയ മഴയും വെള്ളമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇതെടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ മറ്റേ മാങ്ങാച്ചാർ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടത് തീരാറായി. പെട്ടെന്നാണ് ഇവിടെ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ തീരുന്നത് കേട്ടോ. ദോശയ്ക്കും ഇഡലിക്കും ചോറിനും എല്ലാം നമുക്കെല്ലാവർക്കും അച്ചാർ ഇഷ്ടമാണ് അല്ലേ. അന്നേരം പ്രത്യേകിച്ച് ഈ മാങ്ങയുള്ള സമയത്ത് മാങ്ങാച്ചാറാണ് ഓടുന്നത്, വേറെ അച്ചാറുകളൊന്നും നമ്മളിടത്തില്ല അല്ലേ. അന്നേരം ഞങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഈ മാങ്ങാച്ചാറിൻ്റെ സീസണാണ് കേട്ടോ. എല്ലാ വീടുകളിലും ഇവിടെ അച്ചാറുണ്ട്. അന്നേരം വൈകുന്നേരം മഴയായതുകൊണ്ട് മിക്ക വീടുകളിലും കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ ആയിരിക്കും. അങ്ങനെ തേണ്ട കപ്പയൊക്കെ റെഡിയായി. നമ്മുടെ മീൻകറി ഇത് ആറ്റുമീനാണ് കേട്ടോ, വരാലാണ്. അന്നേരം വരാലൊക്കെ വെട്ടാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് ഞാനത് വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പം കറണ്ട് പോയി, അതുകൊണ്ടാണ് ഒരു ഇരുട്ട് വന്നത്. അത് കഴിഞ്ഞ് കറണ്ടൊക്കെ വന്നു കേട്ടോ. അന്നേരം ഇന്നലത്തെ ചിക്കൻ്റെ ഒരു ശകലം ഉണ്ടായിരുന്നു, അതുകൂടെ എടുത്തു. അങ്ങനെ ഞങ്ങൾ കപ്പയൊക്കെ കഴിച്ചു. സന്ധ്യയായപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ മാങ്ങാച്ചാർ ഇടാൻ വേണ്ടി ചീനച്ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കേട്ടോ. അന്നേരം നമ്മൾ അച്ചാർ ഇടുന്നത് ഇന്നലെ ഇട്ട പോലല്ല. ഞാൻ പറഞ്ഞില്ലേ, കടുക് ചതച്ചതും ഒന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അന്നേരം നല്ലെണ്ണയ്ക്കകത്ത് തന്നെയാണ് ഞാൻ അച്ചാർ ഇടുന്നത്. ഉലുവായും കടുകും ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നല്ലവണ്ണം ഇട്ട് അങ്ങോട്ട് വഴറ്റി പിന്നെ മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർക്കും അച്ചാറിന് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം വന്ന കമൻറ്റാണ് ഒരുപാട് എരിവിടത്തില്ലെന്ന്. അന്നേരം അച്ചാറിന് നമ്മൾ ഒരുപാട് എരിവൊന്നും ഇടത്തില്ല. അന്നേരം ഇത് ഞാൻ അരിഞ്ഞങ്ങ് വെച്ചതേ ഉള്ളൂ. ഒന്നും തേച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്നും പുരട്ടി വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കൂടുതൽ ഇടുന്നുണ്ട്. നമ്മളിത് പുരട്ടി വെക്കുകയാണെങ്കിൽ അത്രയും ഇടണ്ട. അതെല്ലാം വാടി വരുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടിയാണ് 4 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അന്നേരം ഒരു കളറാണ്, എരിവൊന്നുമില്ല. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും പിന്നെ കായപ്പൊടി ഇത്രയാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ വിനാഗിരി ഒഴിച്ച് നമ്മുടെ അച്ചാർ ഇങ്ങെടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ മാറ്റി വെക്കും എടുത്ത് കേട്ടോ. ഇപ്പോൾ എടുക്കത്തില്ല, കാരണം ഒരു കുപ്പി അച്ചാർ നമ്മൾ ഇന്നലെ ഇട്ടില്ലേ, അത് തീരാറായി വരുന്നുണ്ട്. അന്നേരം നമുക്ക് ഒരുപാട് മാങ്ങയുള്ള സ്ഥലമാണ് ഈ കുട്ടനാട് കേട്ടോ. ഏതെല്ലാം തരത്തിലുള്ള മാങ്ങ വേണേലും ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം മാങ്ങ കുറവായിരുന്നു എല്ലാ മാവേലും. ഇത് കണ്ടോ, എനിക്കൊരു പണി കിട്ടി കേട്ടോ. ഞാനത് ഇട്ടുടനെ പൊട്ടിത്തെറിച്ച്. അന്നേരം ഞാൻ ഓർത്ത് എൻ്റെ കണ്ണിലോട്ട് വീണെന്ന്. കട്ടാക്കാൻ പോയില്ല കേട്ടോ. കട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മുഴുവൻ കട്ടാക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കട്ടാക്കാനൊന്നും പോയില്ല. ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പിട്ടിട്ടില്ല ഇതുവരെ കേട്ടോ. ഞാൻ എപ്പോഴും മാങ്ങ അരിഞ്ഞ് വെക്കുന്ന സമയത്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് വെക്കുന്നതാണ്. ഇന്നിട്ട് വെച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഓർത്തു ഇട്ട് വെക്കുന്നില്ല, ഇങ്ങനെ ഇടാമെന്ന്. ഇപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അന്നേരം ഞാൻ ഒരു ശകലം നല്ലെണ്ണ ചൂടാക്കി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കും കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. അന്നേരം നമ്മുടെ അച്ചാർ കേടാകാതെ നമുക്ക് എത്ര നാൾ വേണേലും ഇരുന്നോളും കേട്ടോ. ഇതിപ്പോൾ എത്ര നാളൊന്നും ഇരിക്കാനില്ല, ഇപ്പം തന്നെ തീരും. പിന്നെ നമ്മൾ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം കായം നമ്മൾ വറുത്ത് പൊടിച്ചാണ് ഇട്ട് കൊടുത്തത്. ഇത് കായപ്പൊടിയാണ്. അങ്ങനെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ അച്ചാറിന് കേട്ടോ. അച്ചാറെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ഇടുന്നത്. എന്നിട്ട് ഞാൻ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇച്ചിരി നല്ലെണ്ണ ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കും കേട്ടോ. നമ്മുടെ ജോമ ചേച്ചി കഴിഞ്ഞ ദിവസം എൻ്റെ അച്ചാർ കണ്ടിട്ട് എന്തിനാ ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. ചേച്ചി, നമ്മുടെ ഈ മാങ്ങയ്ക്ക് പുളിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയുള്ള മാങ്ങയ്ക്ക് നമ്മളങ്ങനെ ഒഴിച്ചു കൊടുക്കത്തില്ല കേട്ടോ. അന്നേരം ചേച്ചി പറഞ്ഞായിരുന്നു, ചേച്ചി ഒരു അച്ചാറിനും ഇട്ട് കൊടുക്കത്തില്ല, നാരങ്ങയ്ക്കും മാങ്ങയ്ക്കും ഒക്കെ പുളിയുള്ളതല്ലേന്ന്. അന്നേരം ഞാൻ ഒരു ശകലം, ഒരുപാടല്ല കേട്ടോ. അന്നേരം നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു ശകലം വിനീഗർ ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി നല്ലെണ്ണയും ചൂടാക്കി ഒഴിച്ചു കൊടുക്കും കേട്ടോ. അന്നേരം ചേച്ചി ചോദിച്ചായിരുന്നു, ചേച്ചി ഞാനിങ്ങനെ ശകലം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അന്നേരം നമുക്ക് കമൻറ്റ് ഇടുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കണമല്ലോ. അന്നേരം ഇതാണ് നമ്മുടെ വിനീഗർ. ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരുപാടൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുളിയാകും. പിന്നെ നമ്മുടെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീനാക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് മുങ്ങും, ഇടയ്ക്കിടയ്ക്ക് പൊങ്ങുമെന്ന്. എനിക്ക് ചിരി വന്നത് കേട്ടപ്പം കേട്ടോ. ശരിയാണ് ചേച്ചി, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ബിസി ആകുമ്പോൾ നമ്മൾ വീഡിയോ ഇടാതിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇടും. അന്നേരം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. അന്നേരം നമ്മുടെ ചേച്ചി ഞാനിപ്പം വീഡിയോ ഒക്കെ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചിടുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് ഇല്ലേ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.